നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മലയാളികളുടെ മനസ്സിൽ ഒരേ സമയം തന്റെ ഇടം കൊണ്ടും എന്നാൽ ചിലപ്പോഴൊക്കെ വെറുപ്പ് കൊണ്ടും ഇടം നേടിയ ഒരു വ്യക്തിയെ കുറിച്ചാണ്. മാധ്യമപ്രവർത്തന രംഗത്ത് സ്വന്തമായ ഒരിടം നേടിയ ശാരികയെ ഒരുപക്ഷെ പലരും അറിയുന്നത് രേണു സുധിയുമായുള്ള വിവാദ അഭിമുഖങ്ങളിലൂടെ ആയിരിക്കും. ആ അഭിമുഖങ്ങൾ ശാരികയ്ക്ക് സമ്മാനിച്ചത് വലിയ വിമർശനങ്ങളും ഒരു വിഭാഗം ആളുകളുടെ വെറുപ്പുമായിരുന്നു. എന്നാൽ ആ വിവാദങ്ങൾക്കെല്ലാം അപ്പുറം, ക്യാമറയുടെ ലോകത്തിനുമപ്പുറം ശാരികയ്ക്ക് പറയാനായി ഒരുപാട് കഥകളുണ്ട്. ആ കഥകളിലേക്ക് നമുക്കൊരു യാത്ര പോകാം. ശാരിക എന്ന മാധ്യമ പ്രവർത്തക വിവാദങ്ങളിലൂടെ ശ്രദ്ധ നേടിയ വ്യക്തിത്വത്തിലേക്ക്. ശാരിക എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താണ്? പലർക്കും അതൊരു വിവാദത്തിന്റെ പേരാണ്. ഒരുപക്ഷെ വെറുപ്പിന്റെയോ ദേഷ്യത്തിന്റെയോ ഒക്കെ പേരാകാം. തങ്ങളുമായി നേരിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിലും, ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ട് പോലും ഇല്ലെങ്കിലും ശാരികയെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ല, അത്ര തന്നെ എന്ന് പറയുന്നവരുണ്ട്. നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളുമായി യാതൊരു സാമ്യവുമില്ലാതെ എല്ലാവരോടും തട്ടിക്കയറുന്ന ഒരു ചൂടത്തിയായ പെണ്ണ്, അതാണ് പലർക്കും ശാരിക എന്നത്. എന്നാൽ എല്ലാവരുടെയും സങ്കല്പങ്ങൾക്കനുസരിച്ച് ജീവിച്ച് ഒരുപാട് ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്ന ശാരികയ്ക്ക് പിന്നെ എങ്ങനെയാണ് മറ്റൊരു രീതിയിൽ ജീവിക്കാൻ കഴിയുക? ഇത് അവൾക്ക് സമൂഹം അണിയിച്ച മുഖമാണ്. അതിൽ അവളെ എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കും? മാധ്യമ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന ശാരിക തന്റെ അവതരണ ശൈലി കൊണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ ധീരത കൊണ്ടും ശ്രദ്ധേയായിരുന്നു. മൈത്രേയനുമായുള്ള അഭിമുഖത്തിലൂടെയും മുമ്പ് ശാരിക ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവും ഒപ്പം വലിയ വിമർശനങ്ങളും നേരിടേണ്ടി വന്നത് രേണു സുധിയുമായുള്ള ഹോട്ട് സീറ്റ് അഭിമുഖങ്ങളിലൂടെയാണ്. സോഷ്യൽ മീഡിയയിൽ രേണു സുധിക്ക് ഒരു മോശം പ്രതിച്ഛായ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ശാരികയുടെ ആ അഭിമുഖം വരുന്നത്. പലരും രേണുവിനെ ഒരു റീച്ച് ടൂളായി ഉപയോഗിക്കുകയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ നിലനിന്നിരുന്നത്. ഈ സമയത്ത് ശാരികയുടെ അഭിമുഖം ഒരു വലിയ വഴിത്തിരിവായി മാറി. തന്റെ ചോദ്യങ്ങളിലൂടെ, പലപ്പോഴും പരുഷം എന്ന് തോന്നാവുന്ന വാക്കുകളിലൂടെ ശാരിക രേണുവിന്റെ ജീവിതത്തിലെ പല അടഞ്ഞ അധ്യായങ്ങളും തുറക്കാൻ പ്രേരിപ്പിച്ചു. ഇത് രേണുവിന്റെ സമൂഹത്തിൽ അതുവരെ ഉണ്ടായിരുന്ന മോശം പ്രതിച്ഛായയെ മാറ്റിമറിച്ച് ജനങ്ങളുടെ സഹാനുഭൂതിയും പിന്തുണയും നേടിക്കൊടുത്തു. എന്നാൽ ഈ പ്രക്രിയയിൽ ശാരികയ്ക്ക് സ്വന്തം പ്രതിച്ഛായയെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടി വന്നില്ല. രേണുവിന്റെ നല്ലതിനു വേണ്ടി അവർ സ്വയം വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനായി തയ്യാറായി. പൊതുസമൂഹത്തിൽ തനിക്ക് ലഭിച്ച മോശം അഭിപ്രായങ്ങളെക്കുറിച്ചോ വിമർശനങ്ങളെക്കുറിച്ചോ ശാരിക ഒരിക്കൽ പോലും വ്യാകുലപ്പെട്ടതായി നാം കണ്ടിട്ടില്ല. വിഷമിച്ച് മുറിയടച്ചിരിക്കാനോ സങ്കടം പറഞ്ഞ് സഹതാപം പറ്റാനോ അവർക്ക് സമയമില്ലായിരുന്നു. ഒരുപക്ഷെ അതാണ് ശാരിക എന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തിയും. പ്രതിസന്ധികളിൽ തളരാതെ ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാനുള്ള അവരുടെ കഴിവ് അഭിനന്ദനാർഹമാണ്. ക്യാമറയ്ക്ക് മുന്നിൽ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയി തന്റെ ഇടത്തോടെ നിൽക്കുന്ന ആ പെൺകുട്ടിക്ക് പിന്നിലായി മറ്റൊരു ജീവിതം കൂടിയുണ്ട്. ശാരികയെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ പലപ്പോഴും അവർ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട രീതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നാൽ ആ തിരശീലയ്ക്ക് പിന്നിൽ ഒറ്റയ്ക്ക് പടവെട്ടി ജീവിതത്തോട് പൊരുതി ജീവിക്കുന്ന ഒരു സിംഗിൾ മോമാണ് ശാരിക. ഒരു ടോക്സിക് പാർട്ട്ണറിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ ഇറങ്ങി തിരിച്ച ഒരു സ്ത്രീയാണവർ. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച ഒരുപാട് കഥകൾ ശാരികയ്ക്ക് പറയാനുണ്ട്. എന്നാൽ ഇത്രയധികം വേദനകളും വിഷമങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടും ശാരികയെ നമ്മൾ ഒരിക്കൽ പോലും കണ്ണീര് വാർത്ത് ദുഃഖം പങ്കുവയ്ക്കുന്നതായി കണ്ടിട്ടില്ല. എപ്പോഴും ഗൗരവം നിറഞ്ഞ ഒരു മുഖം മൂടിയാണ് മലയാളികൾക്ക് മുമ്പിൽ ശാരിക ധരിച്ചിരുന്നത്. സ്വന്തം വിഷമങ്ങളെ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ച് സഹതാപം തേടാൻ അവർ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല. അതവരുടെ വ്യക്തിത്വത്തിന്റെ ഒരു മികച്ച ക്വാളിറ്റിയാണ്. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ ആകാം അവർക്ക് ഒരുപാട് പേരുടെ വെറുപ്പ് സമ്പാദിക്കാനും സാധിച്ചത്. മലയാളിക്ക് പൊതുവെ സിംഗിൾ പാരന്റ്സ്, പ്രത്യേകിച്ചും അത് സ്ത്രീകളാകുമ്പോൾ ചില സ്റ്റീരിയോടൈപ്പുകൾ ഉണ്ട്. എത്രയില്ല എന്ന് എതിർത്തിട്ടും കാര്യമില്ല, അതൊരു സത്യമാണ്. വിഷാദം നിറഞ്ഞ മുഖം, ഒതുങ്ങുന്ന ജീവിതം, സഹതാപം അർഹിക്കുന്ന വ്യക്തി എന്നൊക്കെയുള്ള സങ്കല്പങ്ങളാണ് പൊതുവെ എല്ലാവർക്കും. എന്നാൽ ശാരിക ഈ സങ്കല്പങ്ങളോടൊന്നും യോജിക്കുന്നില്ല. അവരുടെ ജീവിത രീതിയും നിലപാടുകളും പലർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവർ തന്റെ ഇടത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിക്കുന്നത് പലർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ശാരികയോട് പലർക്കും യാതൊരു അനുകമ്പയും തോന്നിയില്ല. അതിന്റെ ആവശ്യം ശാരികയ്ക്കുമില്ലായിരുന്നു. രേണു സുധിയുടെ അഭിമുഖം വലിയ വിവാദങ്ങളിൽ നിറഞ്ഞപ്പോഴും അതിന് പിന്നിലെ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ് വിശദീകരിക്കാൻ ശാരിക ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നിരുന്നു. യൂട്യൂബ് ചാനലുകളിലൂടെയും മറ്റ് അഭിമുഖങ്ങളിലൂടെയും ശാരിക ഈ വിഷയത്തിൽ വ്യക്തത വരുത്തി. ആ അഭിമുഖം രേണുവിന്റെ നിർബന്ധം കാരണമാണ് എടുത്തതെന്നും അതൊരു ഹോട്ട് സീറ്റ് എന്ന പരിപാടിയുടെ ഭാഗമായിരുന്നുവെന്നും ശാരിക വിശദീകരിച്ചു. മാത്രമല്ല, കൊഞ്ചിക്കൊഴഞ്ഞുള്ള ഇന്റർവ്യൂ വേണ്ട, കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മതി എന്ന് രേണു തന്നെയാണ് പറഞ്ഞതെന്നും ശാരിക പറയുന്നുണ്ട്.
ഇത്തരം പരിപാടികളിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് സ്വാഭാവികമാണെന്നും അതിഥിക്ക് ചോദ്യങ്ങൾ ഒഴിവാക്കാനുള്ള അവസരം നൽകിയിരുന്നുവെന്നും ശാരിക പറഞ്ഞു. അഭിമുഖത്തിലെ ഓരോ ചോദ്യങ്ങളും രേണുവിന്റെ അറിവോടെയും സമ്മതത്തോടെയുമാണ് താൻ ചോദിച്ചതെന്നും ശാരിക വ്യക്തമാക്കി. ഈ വിശദീകരണങ്ങളെല്ലാം ഉണ്ടായിട്ടും പലരും ശാരികയുടെ ഭാഗം കേൾക്കാൻ തയ്യാറായിട്ടില്ല. സത്യമറിഞ്ഞിട്ടും ശാരികയ്ക്ക് നേരെ എല്ലാവരും പുറം തിരിഞ്ഞു നിന്നു. ഇത് ശാരികയ്ക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം, മനുഷ്യന്റെ കാര്യമാണ്. എങ്കിലും അവർ അത് എല്ലാം തന്നെ ഉള്ളിലൊതുക്കി മുന്നോട്ട് പോയി. ഈ വിവാദ അഭിമുഖത്തിന് മുമ്പ് രേണുവിനെ വളരെ മോശമായി ചിത്രീകരിച്ചിരുന്ന ആളുകൾ ശാരികയുടെ അഭിമുഖത്തിന് ശേഷം അതിവേഗം മാറി ചിന്തിക്കുകയും രേണുവിന് പിന്തുണ നൽകുകയും ചെയ്തു. രേണുവിന് പിന്തുണ ലഭിക്കുന്നതിൽ തനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നും താൻ കാരണം രേണുവിന് പിന്തുണ ലഭിക്കുന്നത് കാണുമ്പോൾ തന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുകയാണെന്നും ശാരിക തുറന്നു പറഞ്ഞു. ഈ വാക്കുകൾ ശാരികയുടെ വ്യക്തിത്വത്തിന്റെ ഒരു വലിയ ഭാഗമാണ് വെളിപ്പെടുത്തുന്നത്. സ്വന്തം പ്രതിച്ഛായയെ കുറിച്ച് വേവലാതിപ്പെടാതെ മറ്റൊരാളുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു മനസ്സ്, ഇത് വളരെ അപൂർവമായി കാണുന്ന ഒരു ഗുണമാണ്. സ്വാർത്ഥതയില്ലാത്ത ഈ മനോഭാവം പലർക്കും ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയതാകാം ശാരികയുടെ ദുർവിധി. എന്തായാലും ഇതാണ് ശാരിക. സ്വന്തം ജീവിതത്തിൽ ഒരുപാട് അഗ്നിപരീക്ഷകളിലൂടെ കടന്നുപോയിട്ടും തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നടന്ന ഒരു സ്ത്രീ, ആരുടെ മുന്നിലും മുട്ടുമടക്കാത്ത, സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വം, മറ്റൊരാളുടെ നല്ലതിനു വേണ്ടി സ്വന്തം പേര് കളങ്കപ്പെടുത്താൻ പോലും മടി കാണിക്കാത്ത ഒരു വിശാലമായ ഹൃദയം. ഇപ്പോൾ ശാരിക തന്റെ ജീവിതത്തിലെ മറ്റൊരു വലിയ അധ്യായത്തിലേക്ക് ചുവടെടുത്ത് വയ്ക്കുകയാണ്. മലയാളം ബിഗ് ബോസ് സീസൺ 7ലേക്ക് ശാരികയ്ക്ക് തിരഞ്ഞെടുപ്പ് ലഭിച്ചിരിക്കുന്നു. ഇത് ശാരികയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തുടക്കമാണ്. ഇതുവരെ തനിക്ക് ലഭിച്ച വെറുപ്പുകളും പഴികളും തിരുത്തിക്കുറിക്കാനുള്ള ഒരു സുവർണ അവസരം. സ്വന്തം യഥാർത്ഥ വ്യക്തിത്വം പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നു കാണിക്കാനുള്ള ഒരു വലിയ വേദി. ബിഗ് ബോസ് വീടിനുള്ളിൽ ഒരുപാട് ഗെയിമുകൾ ഉണ്ടാകും. തന്ത്രങ്ങളും കൂട്ടുകെട്ടുകളും വഴക്കുകളും പരീക്ഷണങ്ങളും ഉണ്ടാകും. എന്നാൽ ശാരികയ്ക്ക് ഈ ഗെയിമുകളെല്ലാം ഒരു പുതിയ രൂപത്തിലായിരിക്കും. തന്റെ ജീവിതത്തിലെ അനുഭവങ്ങളും പാഠങ്ങളും അവർക്ക് ബിഗ് ബോസ് വീട്ടിൽ ഒരു മുതൽക്കൂട്ടായിരിക്കും. ഒരുപക്ഷെ മലയാളി പ്രേക്ഷകർ ഇതുവരെ കണ്ട ശാരികയല്ല ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്. തന്റെ ഇടവും ശക്തിയും മാത്രമല്ല, സ്നേഹവും സഹാനുഭൂതിയും അമ്മയുടെ വാത്സല്യവും ഒക്കെയുള്ള ശാരികയെ അവർക്ക് കാണാൻ സാധിച്ചേക്കാം. ഒരു സിംഗിൾ മദർ എന്ന നിലയിലുള്ള അവരുടെ പ്രതിസന്ധികളും അതിജീവനവും പലർക്കും പ്രചോദനമാകും. സിംഗിൾ മദേഴ്സിനെ കുറിച്ചുള്ള പൊതുസമൂഹത്തിന്റെ തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കാൻ ശാരികയുടെ ബിഗ് ബോസ് യാത്ര സഹായിച്ചേക്കാം. ദുർബലരും സഹായം ആവശ്യമുള്ളവരുമാണ് സിംഗിൾ മദേഴ്സ് എന്ന പൊതുധാരണയെ പൊളിച്ചെഴുതാൻ ശാരികയ്ക്ക് സാധിച്ചാൽ അതൊരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമാകും. സ്വന്തം പ്രതിസന്ധികളെ അതിജീവിച്ച് തലയുയർത്തിപ്പിടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ശാരിക ഇവിടെ ഒരു മാതൃകയാകും. ഈ വെല്ലുവിളികളെ നേരിടാൻ ശാരികയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ബിഗ് ബോസ് സീസൺ 7ൽ ശാരികയുടെ യാത്ര എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അവർക്ക് ഇതുവരെ ലഭിച്ച വെറുപ്പുകളെ സ്നേഹമാക്കി മാറ്റാൻ സാധിക്കുമോ? അവരുടെ യഥാർത്ഥ വ്യക്തിത്വം മലയാളികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. നമുക്ക് എല്ലാവർക്കും ശാരികയ്ക്ക് ബിഗ് ബോസ് യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശാരികയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നും കമന്റിൽ അറിയിക്കുക. നിങ്ങളുടെ ചിന്തകൾ പങ്കുവെക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.